കേരളത്തിൽ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവാണ്. മാതൃമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവാണ്. അമേരിക്കയെക്കാട്ടി മെച്ചമായിട്ടുള്ള ചികിത്സ ഇവിടെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർ വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്നത്? അവിടേക്കാട്ടി നല്ലത് ഇവിടെയല്ലേ ഉള്ളത്? കിറ്റ് കൊടുത്തുണ്ടാക്കി അല്ലെങ്കിൽ കിറ്റ് കൊടുത്ത് നേടിയൊരു തുടർഭരണമാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. നമസ്കാരം, നേഷൻ ബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് CPM പ്രതിനിധിയായ KA ബഷീറാണ്. നമസ്കാരം സർ. കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം സർക്കാരിനെ കൂടെ നിർത്തിയ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വീണ്ടും വോട്ട് കൊടുക്കണം, തുടർഭരണം കൊടുക്കണം എന്ന് തോന്നിച്ച ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷനായിരുന്നു. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവയുടെ ഇരട്ടിച്ചത്, അതേപോലെ സർക്കാർ കൊടുത്ത കുറേയധികം ആനുകൂല്യങ്ങൾ. പക്ഷേ അതേ തദ്ദേശം അല്ലെങ്കിൽ വീണ്ടും ഒരു തദ്ദേശം വന്നപ്പോൾ സർക്കാരിന് വൻ തിരിച്ചടിയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ വലിയ രീതിയിൽ വോട്ട് ഷെയർ പോവുകയും അല്ലെങ്കിൽ ഒരിക്കലും പോലും കിട്ടില്ല എന്ന് വിചാരിച്ച ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ BJP പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു തദ്ദേശം കഴിഞ്ഞിട്ട് മണിയാശാന്റെ ഒരു പ്രസ്താവനയൊക്കെ പുറത്തേക്ക് വന്നത്. കാരണം എന്തുകൊണ്ടായിരുന്നു ജനങ്ങൾ സർക്കാരിന് വോട്ട് കൊടുത്തത്? അതേ ക്ഷേമ പെൻഷന്റെ പേരിൽ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നിയമസഭയിൽ വൻ തിരിച്ചടി ആയിരിക്കില്ലേ സർക്കാരിനുണ്ടാവാൻ പോകുന്നത്? അല്ല, മണിയാശാന്റെ ഒരു പത്രക്കാരുടെ ചോദ്യത്തിനൊരു മറുപടിയിൽ പറഞ്ഞൊരു കാര്യം, ആ സമയത്തുണ്ടായ ഒരു എന്താ പറയുക, സ്വാഭാവികമായ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിലാണ് അതിനെ കാണേണ്ടത്. മണിയാശാൻ തന്നെ പറഞ്ഞു അത് പെശകായിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്താ കാര്യം വെച്ചാൽ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് മുമ്പ് വന്ന 1-2 പ്രസ്താവനയുണ്ട്. KC വേണുഗോപാലിൻ്റെയും പിന്നെ വേറെ ആരൊക്കെ നടത്തിയ പ്രസ്താവനകളുണ്ട്. ഇത് കൈക്കൂലിയാണ് എന്നൊക്കെ ഉള്ള നിലക്ക്. പക്ഷേ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് ആ കാര്യത്തിലുണ്ട്. ഇത് ഔദാര്യമോ അതല്ലെങ്കിൽ കൈക്കൂലിയോ അല്ല, അവകാശം തന്നെയാണ്. അതൊരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു രാജ്യത്തെയും ഗവൺമെൻറ് ഭരണഘടന അനുസരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഒരുപാട് പദ്ധതികളുണ്ട്. റേഷൻ ഉൾപ്പെടെ, അതല്ലെങ്കിൽ പെൻഷൻ ഉൾപ്പെടെ, അതല്ലെങ്കിൽ മറ്റ് സൗജന്യ ചികിത്സ, സൗജന്യ വിദ്യാഭ്യാസം, അങ്ങനെ ഒട്ടേറെ മേഖലകൾ. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒരു പൗരന് നൽകേണ്ട സേവനങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ അവരുടെ ജീവിതത്തിൽ നല്ലൊരു സമയം അവർ അധ്വാനിച്ച് അവരുടെ ജീവിതം ആ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് അവരുടെ സ്വയം മുന്നോട്ട് പോകാനുള്ള സംവിധാനം എന്നുള്ള നിലക്കാണ് പെൻഷൻ. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് പെൻഷനെ കാണുന്നത്. ഇപ്പം നമുക്കറിയാം, അമേരിക്കയിൽ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകളുണ്ട്. അവരിടയ്ക്ക് ചില പ്രായമുള്ള ആളുകൾ അമേരിക്കയിലേക്കൊക്കെ പോകുന്നത് എയർപോർട്ടിൽ വെച്ച് കാണാം. എന്തിനാന്ന് വെച്ചാൽ അവരുടെ ആ പെൻഷൻ്റെ ഇത് പുതുക്കാൻ പോണതാണ്, അവർക്ക് ആ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പെൻഷൻ ഒരു ഔദാര്യമല്ല, ഒരു അവകാശമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം 1-2 മാസം ഈ പെൻഷൻ മുടങ്ങിയതിനും കൃത്യമായ കാരണമുണ്ട്. എന്താ കാര്യം? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് തരേണ്ട കൃത്യമായ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ ഇത് അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. GST ഉൾപ്പെടെ, അതല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമുള്ളത് ആ നിലയിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ടതാണ്. അത് കിട്ടാതെ വന്നപ്പോൾ ഇപ്പോൾ ചൂരൽമല നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയും വലിയൊരു ദുരന്തം, ഇന്ത്യ കണ്ട 2ാമത്തെ ദുരന്തമാണ്. ആ ദുരന്തത്തിൽ പോലും ഒരു അർഹിക്കുന്ന സഹായം കേരളത്തിന് ചെയ്തില്ല. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്ത അനുഭവമൊക്കെ ഉണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ 1-2 മാസം പെൻഷൻ മുടങ്ങി. ആ പെൻഷൻ മുടങ്ങിയ സമയത്ത് കേരളത്തിലുണ്ടായ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ട, കേരളത്തിലുണ്ടായ കോലാഹലങ്ങൾ നമുക്കറിയാം. ചട്ടി എടുത്തുകൊണ്ട് ആളുകൾ വന്ന് അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ 2 മാസം പെൻഷൻ മുടങ്ങാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. പക്ഷെ കാലം മാറിയില്ലേ? ഈ പറയുന്ന രീതിയിൽ 600 രൂപ പെൻഷൻ കൊടുത്തിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടമല്ല ഈ പറയുന്ന 2026 എടുത്ത് നിൽക്കുമ്പോൾ. കാരണം GST ഉണ്ടായിരുന്നു, അതേപോലെ എന്തെടുത്തു കഴിഞ്ഞാലും നല്ല വില കൂടുതലാണ്, അതേപോലെ ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിപ്പിച്ചു, അതേപോലെ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധാരണ ജോലി കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ 2026 എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2 മാസം ഈ പറയുന്ന ഒരു എമൗണ്ട് മുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അല്ല, നമുക്കതിൽ തർക്കമില്ല. അങ്ങനെ അതിൻ്റെ സാഹചര്യം കൂടി ഞാൻ പറഞ്ഞു. കേവലം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഈ 600 ഉണ്ടായിരുന്നത്, ഈ 600 എന്ന് പറയുന്നത് ഇപ്പോൾ 2000 ആയി. ഈ 2000-ൽ കേവലം ഒരു 100 രൂപയാണ്, കൃത്യമായ കണക്കുകളുണ്ട്, 100 രൂപ മാത്രമാണ് UDF-ൻ്റെ ഭരണകാലഘട്ടത്തിൽ അതിനകത്തേക്ക് നൽകിയിട്ടുള്ള സംഭാവന.
ബാക്കി 1900 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് തന്നെ നൽകി വന്നിട്ടുള്ളതാണ്. 2 മാസം കൊടുക്കാതിരുന്നു എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താ, ഇവിടെ A.K. ആൻ്റണി ഭരിക്കുന്ന കാലഘട്ടത്തിൽ 28 മാസം മുടങ്ങി. ഉമ്മൻചാണ്ടിയുടെ നാളുകളിൽ 18 മാസം കുടിശ്ശികയായി 600 രൂപ. ഈ പറയുന്ന ഒരാളുകൾ ചട്ടിയെടുത്തോ അതല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ളൊരു വിമർശനങ്ങളുമായിട്ട് ആരും വന്നില്ല. ഈ അവകാശമാണ് എന്ന് പറയുമ്പോൾ ഈ 28 മാസം മുടങ്ങിയതും 18 മാസം മുടങ്ങിയതും നമ്മുടെ മുമ്പിലുണ്ട്. അത് തീർച്ചയായിട്ടും ഏതെങ്കിലും അന്ന് ആരാ കേന്ദ്രം ഭരിക്കുന്നത്? അന്ന് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്, കേരളം ഭരിക്കുന്നതും കോൺഗ്രസ്സാണ്. ഒറ്റ പാർട്ടി തന്നെ 2 സ്ഥലത്തും ഭരണം നടത്തുക. പക്ഷെ ഇപ്പോൾ കൃത്യമായി അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളം CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം ഏക നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിലെ ഈ ഇടതുപക്ഷത്തെ കൂടി തകർക്കാനുള്ള വലിയ സംഘടിതമായ ശ്രമം പല രീതിയിൽ പല ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ നടക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു പെൻഷൻ മുടങ്ങിയെന്നുള്ളൊരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതിനെല്ലാം പർവ്വതീകരിച്ചുകൊണ്ട് മറ്റ് പല തലത്തിലേക്ക് അത് കൊണ്ടുപോയി ഇടതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ CPM-നെതിരെ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ ഈ അവസാന നിമിഷവും ഈ പരിമിതികൾക്കകത്തും പ്രയാസങ്ങൾക്കകത്തും ഈ 2000 രൂപ പെൻഷൻ കൊടുത്തു. ആ പെൻഷൻ കൊടുത്ത് അത് കൃത്യമായി ആളുകളുടെ കയ്യിൽ കിട്ടി. അതിനുശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലുണ്ടായൊരു പരാജയം, പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമാണ്. അത് പിന്നീട് തെറ്റായി പോയി എന്ന് തന്നെ ആ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന പ്രധാന ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുടർഭരണം കിട്ടാൻ പോയത് അല്ലെങ്കിൽ തുടർഭരണം കിട്ടിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കിറ്റ് കൊടുത്തുണ്ടാക്കി അല്ലെങ്കിൽ കിറ്റ് കൊടുത്ത് നേടിയൊരു തുടർഭരണമാണ്. അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ മുടങ്ങിക്കിടന്ന പെൻഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇലക്ഷന് മുമ്പ് തന്നെയല്ലേ കൊടുക്കുന്നത്. അപ്പൊ വീണ്ടും ഈ പറയുന്ന ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇലക്ഷന് മുമ്പ് കൊടുത്തൊരു രീതിയായി പോയില്ലേ? അല്ല, അതിലേ ഈ കിറ്റ് കൊടുത്തു എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഒരു സാഹചര്യമല്ലേ വിലയിരുത്തേണ്ടത്. എന്താണ് കേരളത്തിൽ അങ്ങനെ ഒരു കിറ്റ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? കേരളത്തിൽ കിറ്റ് മുമ്പും കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴാണ്? അത് ആർക്കൊക്കെയാണ്? അത് നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകൾക്കൊക്കെ ചില ഉത്സവകാലങ്ങളിൽ കിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കിറ്റ് കൊടുത്തത് ആർക്കൊക്കെയാണ്? ഞാൻ ഉൾപ്പെടെ, നമ്മുടെ സിനിമാ നടന്മാരുൾപ്പെടെ, കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉള്ള ഈ കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാവർക്കും കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് കിറ്റ് കൊടുത്തത്? ഇപ്പോൾ കോവിഡ്, അതല്ലെങ്കിൽ പ്രളയം, ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതിന് പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ആ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം, ആഹാരം, പാർപ്പിടം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ റേഷനില്ല, കടകളിൽ സാധനങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ആ കിറ്റ് കൊടുത്തത്. ഇങ്ങനെ ഒരു പ്രളയം വരും, അല്ലെങ്കിൽ ഒരു കോവിഡ് വരും, അങ്ങനെ നമുക്ക് കിറ്റ് കൊടുക്കാം, കിറ്റ് കൊടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാം എന്നുള്ളൊരു മുൻധാരണയിൽ നടന്നൊരു സംഭവമല്ല. നമ്മൾ അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. അത് തന്നെയാണ് ഈ പ്രളയവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ മുമ്പിൽ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായല്ലോ. ആ ദുരന്തത്തിൽ ഗവൺമെൻറ് 400 പേർക്ക് വീട് പണിത് കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പോയി കണ്ടാളാ, ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി കണ്ടാളാ അവിടുത്തെ നടക്കുന്ന പണികൾ. ഈ ഫെബ്രുവരി മാസത്തോടുകൂടി അവിടെ പണി നടക്കുക. അത് നമ്മുടെ സർക്കാരിന്റെ തന്നെ ഉത്തരവാദിത്തമല്ലേ? തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ യാതൊരു സംശയമില്ല. ഗവൺമെന്റിന്റെ അത് ആ നിലപാട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മറുഭാഗത്ത് ഇതിന്റെ പേരിൽ ഇവിടെ കോടികൾ പിരിച്ചു. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരിക്കുന്ന സമയത്തും അതിൻ്റെ ഒരു കണക്ക് പോലും ഇല്ലല്ലോ. ആ പണം കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ് എന്റെ കണക്കുകളൊക്കെ ബോധിപ്പിച്ചതും കൃത്യമായിട്ട് ആ പറയുന്ന പണം ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് കൈമാറുമെന്ന് അതിന്റെ രേഖകൾ മുഴുവൻ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, അതൊക്കെ ഉറപ്പായിട്ടും മുന്നിലേക്ക് കാണിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അതിന്റെ പ്രത്യേക ഈ പറയുന്ന 400 വീടുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഒരു വലിയ ദുരന്തത്തിൽ ജനങ്ങളെ കൂടെ ചേർത്ത് നിർത്തേണ്ടതും അതോടൊപ്പം തന്നെ അവരെ വീണ്ടും ആ ഒരു സർവൈവൽ മോഡിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതും ഇവിടുത്തെ സർക്കാരിന് തന്നെ ഉത്തരവാദിത്തമാണ്. അതിപ്പോ അതിലൊരു വലിയ കാര്യമാക്കുന്നതിന്റെ അപ്പുറത്തേക്കും അത് നമ്മുടെ ഡ്യൂട്ടി തന്നെയല്ലേ? അത് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിലല്ലേ? വലിയ കാര്യമൊന്നുമുള്ളതല്ല. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. സമാനമായിട്ടുള്ള ഒട്ടനവധി ദുരന്തങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അത്തരം ദുരന്തങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിട്ടുള്ള ഇത്തരം വിഷയങ്ങളോട് സ്വീകരിച്ചിട്ടുള്ള സമീപനവും ഈ ഗവൺമെൻറ് അതിനാണ് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത്. നമ്മൾ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് എടുക്കുന്ന സമീപനങ്ങളെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അവിടെയാണ് അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത്.
ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു വീട് ഒരു കയറി കിടക്കാനുള്ള ഒരു വീടുണ്ടാക്കി ഒരു 300-400 ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഇപ്പം അങ്ങനെയാണ് നടക്കുക. എന്നതുപോലെ ഒരു വീടുണ്ടാക്കാം. പക്ഷെ അങ്ങനെയല്ല ഗവൺമെൻറ് ചിന്തിച്ചത്. അവർ എങ്ങനെയാണോ അവിടെ ജീവിച്ചിരുന്നത് അതേ നിലവാരത്തിലും അതേ രീതിയിലും താമസിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ള കാഴ്ചപ്പാടിലാണ്. ഒരു ടൗൺഷിപ്പാണ്, കേവലം ഒരു വീടുണ്ടാക്കി അവരെ അവിടെ നിന്ന് ഒഴിവാക്കാമല്ലോ. ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി അവിടെ സ്കൂളുകൾ, അംഗൻവാടികൾ, ചികിത്സാ സൗകര്യങ്ങൾ, ഒരു ആധുനിക ടൗൺഷിപ്പിന്റെ മാതൃകയിലേക്ക് കൊണ്ടുവന്നാണ് അവിടെ ആ നിർമ്മാണം നടക്കുന്നത്. ഈ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീടുകളും നമ്മുടെ സർക്കാരിന് തന്നെ വീടുകളായിരുന്നില്ലേ? അപ്പോ ആ വീടുകളുടെ അത്ര പോരാ, അല്ലെങ്കിൽ അതിന്റെ ചോർച്ചയും അതേപോലെ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ റൂമിലേക്ക് വീഴുന്ന സാഹചര്യത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ദാരിദ്ര്യപരമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യാതെയാണോ ജനങ്ങൾക്ക് ഈ പറയുന്ന സർക്കാർ വീടുകൾ വെച്ചു കൊടുക്കുന്നത്? അപ്പോൾ ലൈഫ് പദ്ധതിയുടെ വീടുകളുടെ കുറേയധികം ദൃശ്യങ്ങൾ അടുത്ത കാലത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെ ഉണ്ട്. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു വിശദമായ ഒരു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും അങ്ങനെ ഒറ്റപ്പെട്ട കേസുകളിൽ ഉണ്ടായിട്ടുണ്ടോയെന്നറിയില്ല. പക്ഷേ കൃത്യമായി ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണിയുന്ന വീടുകളിൽ ഈ പറയുന്നതെല്ലാം ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ട്. കക്കൂസ് ഉൾപ്പെടെ, ശുചിമുറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന ചെറിയ വീടാണെങ്കിൽ പോലും ഇന്ന സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് കൃത്യമായി മാനദണ്ഡങ്ങളിൽ പറയുന്നുണ്ട് ആ കാര്യത്തിൽ. അപ്പം പെൻഷൻ്റെ കാര്യത്തിൽ ഇത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഔദാര്യമൊന്നുമല്ല, അവകാശം തന്നെയാണ്. പക്ഷേ ഈ അവകാശം ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഉള്ള അവകാശത്തെ നോക്കിക്കാണുന്നത് ഒരു തരത്തിലും UDFൻ്റെ കാലത്ത് 28 മാസവും 18 മാസവും മുടങ്ങിക്കിടന്ന കാലഘട്ടത്തിൽ കാണുന്ന രണ്ട് വിമർശനങ്ങൾ, അത് സംബന്ധിച്ചാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. മൊത്തത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അതിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ ജനങ്ങളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ കാണുന്നതാണ്. നിരന്തരം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ നിയമസഭയിൽ ചർച്ചയാവില്ല. കാരണം തദ്ദേശത്തിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ നേരത്തെ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരിക്കലും പിടിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന തലസ്ഥാനമായിരുന്നു BJP പിടിച്ചത്. ഏറ്റവും കൂടുതൽ നേതാക്കന്മാരുള്ള ഒരു സ്ഥലം കൂടെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു കാരണം ഉണ്ടാവില്ലേ? അല്ല, അത് ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. BJP കേരളം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. കേരളം മാത്രമല്ല, തെക്കേ ഇന്ത്യയിൽ ഇപ്പോൾ തമിഴ്നാടാണെങ്കിലും കർണാടകം ഒരു ഘട്ടത്തിൽ അവർ പിടിച്ചു. പക്ഷേ വീണ്ടും തിരിച്ച് കഴിഞ്ഞ അവിടുത്തെ ജനാധിപത്യ മതേതര ശക്തികളൊക്കെ ഒരുമിച്ച് നിന്നതുകൊണ്ട് അവിടെ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. ഇപ്പോൾ തമിഴ്നാട് കഴിഞ്ഞ ദിവസം കൂടിയും അമിത്ഷായുടെ ഒരു പ്രസ്താവനയുണ്ട്. അതായത് സ്റ്റാലിനോട് പറയാണ്, നിങ്ങൾ മകനെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയാക്കാൻ സ്വപ്നം കാണണ്ട, തമിഴ്നാട് ഞങ്ങൾ പിടിക്കുമെന്ന്. അങ്ങനെ അമിത്ഷാ പറയണമെങ്കിൽ കേവലം അവിടെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല അത് ഉണ്ടാകാൻ പോകുന്നത്. അതിൽ പ്രത്യേകതല ഇടപെടലുകൾ, അതൊക്കെ ഏതൊക്കെ തരത്തിലാണെന്നുള്ളത് പല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നതുപോലെ തന്നെ കേരളത്തിലും അതിൻ്റെ ചില ഇടപെടലുകൾ വരുന്നുണ്ട്. അതിൻ്റെ ചില റിസൾട്ടുകളാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വരുന്നത്. എന്തൊക്കെയാണെന്നൊന്നും ഇപ്പോൾ പറയാൻ ഞാൻ ആളല്ല, എങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങൾ കേരളത്തിലും വരുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ വരുന്ന നിയമസഭയിൽ പിന്നെ ഒരു കാര്യമാണ്, കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. എന്താ കാര്യം വെച്ചാൽ ഇപ്പോഴും നിയമസഭാ അടിസ്ഥാനത്തിലുള്ള ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് എവിടെയാണ്? നമ്മൾ കാണുന്നത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഒരു വോട്ടിംഗ് നിലവാരമൊക്കെ പരിശോധിക്കുമ്പോഴും ഇപ്പോഴും 60-ൽ പരം മണ്ഡലങ്ങളിൽ കേരളത്തിൽ UDFന് കൃത്യമായ മുൻതൂക്കമുണ്ട്. ചിലയിടത്തൊക്കെ ചെറിയ മാറ്റത്തിലാണ് നിൽക്കുന്നത്. അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലുള്ള സംഘടനാ പ്രവർത്തനം കൊണ്ടും നിലവിലുള്ള ഒട്ടേറെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കേരളത്തിൽ ഇനിയും മാറി വരേണ്ടതുണ്ട്. വികസന രംഗങ്ങളൊക്കെ ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ കേരളത്തിൽ വരാൻ പോകുന്നുണ്ട്. അതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ മുൻപുണ്ടായതിനേക്കാൾ കൂടുതൽ ശക്തമായ ഒരു സാന്നിധ്യവും മനസ്സും അഭിപ്രായവും ഒക്കെ ഇടതുപക്ഷത്തെക്കുറിച്ച് കേരളത്തിലെ മതിപ്പും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഇപ്പോൾ ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞു, ചില സമീപകാലത്തുണ്ടായ ചില വിഷയങ്ങൾ. ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ സമുദായ നേതാവിനെ കാറി കയറ്റി കൊണ്ടുപോയി യാദൃച്ഛികമായൊരു സംഭവമാണ്. പക്ഷെ അത് വേറൊരു തരത്തിലേക്ക് പർവ്വതീകരിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന, ആ പ്രസ്താവനയുടെ ചില വാചകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ചില വാചകങ്ങളൊക്കെ എടുത്ത് അത് ഇതെല്ലാം മുസ്ലിങ്ങൾക്കെതിരാണെന്ന്. ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരല്ല. അല്ലെങ്കിൽ RSSനെ പറയുമ്പോൾ അത് ഹിന്ദുക്കൾക്കെതിരാണ്, അല്ല. അത് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്ന ശക്തികൾ ആരാണ്, അവർക്കെതിരായിട്ടുള്ള പ്രയോഗങ്ങളാണ്. അതെല്ലാം ആ സമുദായത്തെ അല്ലെങ്കിൽ ആ സമൂഹത്തെ ആകെയാണ് എന്നുള്ള തരത്തിൽ
വ്യാപകമായ ഒരു പ്രചരണം ഇവിടെ കൊടുക്കുന്ന ഒരു രീതി ഇപ്പം ശക്തമായിട്ടുണ്ട്. അതിൽ പെട്ടുപോയ കുറേ ആളുകൾ എനിക്കറിയാം. എന്താ കാര്യം വെച്ചാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഭവനങ്ങൾ സന്ദർശിച്ച ആളാണ്, വീടുകൾ കയറിയ ആളാണ്. നമുക്കൊന്നും ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരവും നമുക്ക് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു പ്രശ്നം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനെ സംബന്ധിച്ച് പാർട്ടി തന്നെ വിലയിരുത്തി, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയൊക്കെ ഉൾപ്പെടെ അത് സംബന്ധിച്ച് പാർട്ടിയുടെ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ഓരോ ഘടകങ്ങളും അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ആ പരിശോധനയുടെയൊക്കെ ഭാഗമായിട്ട് ഏതെങ്കിലും കുറവുകൾ, അമിത വിശ്വാസം, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ മണിയാശാൻ്റെ ഒരു പ്രസ്താവനയെ സംബന്ധിച്ച് പറഞ്ഞു, ഒരു അമിത വിശ്വാസം ഒക്കെ ആളുകളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത ജനങ്ങൾ കൈവിടില്ല എന്നുള്ള ഒരു പ്രതീക്ഷ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ചില പ്രദേശങ്ങളിൽ ഇത്തരം ചില വികാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ചില ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വോട്ടിംഗ് നില, ഓരോ പ്രദേശത്തെയും വോട്ടിംഗ് നില പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. രാഷ്ട്രീയപരമായി അത് ഉണ്ടാക്കിയെടുത്തതിൻ്റെ അപ്പുറത്തേക്കും എല്ലാ മേഖലകളിലും എന്നുള്ള ഈ പറയുന്ന പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലകളാണെങ്കിലും സെൻസേഷണലായിട്ട് പുറത്തു വന്ന കുറേയധികം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് സത്യാവസ്ഥ തന്നെയാണ്. ആരോഗ്യ മേഖലയിലുള്ള പല ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചോർച്ചയുള്ള കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ അട്ടിയടുക്കിയായിട്ട് രോഗികളെ കിടത്തുന്ന അവസ്ഥ, അല്ലെങ്കിൽ വെന്റിലേറ്റർ ഓഫായി പോകുന്ന അവസ്ഥ, കറണ്ട് ഇല്ലാത്ത അവസ്ഥ, ഇങ്ങനെ ആരോഗ്യ മേഖലയുടെ നിരവധി, അല്ലെങ്കിൽ മരുന്നില്ലാത്ത അവസ്ഥ, ഇങ്ങനെ കുറേ അധികം ചർച്ച ചെയ്തിട്ടില്ലേ ഈ 5 വർഷത്തിൻ്റെ അകത്ത്. അതേപോലെ വിദ്യാഭ്യാസ മേഖലകളിലും ഒരുപാട് ചർച്ചകൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കണ്ടൊരു കാര്യമായിരുന്നു, സിലബസ് കൃത്യമായി മാറ്റി, അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും എന്ത് കാര്യമാണ് സർക്കാർ ചെയ്തതെന്ന് കുറച്ച് ആൾക്കാർ നിന്ന് പ്രതികരിക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാക്കിയ ഭരണവിരുദ്ധ വികാരമൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, അതിലേ നമ്മൾ കേരളത്തിലാണല്ലോ ജീവിക്കണേ. എനിക്കിപ്പോൾ ഏതാണ്ട് 62 വയസ്സായി. ഞാനൊരു 10-18 വയസ്സ് മുതൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരുപാട് ഗവൺമെൻറ്റുകളുടെ ഭരണം കാണാനും വിലയിരുത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കളമശ്ശേരിയിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ അടുത്ത ദിവസം നടക്കാൻ പോവാം. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെച്ചൊരു ശസ്ത്രക്രിയ നടന്നു, ഇന്ത്യയിലെ ആദ്യമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ലിവർ മാറ്റി, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ കിഴിമാട് പഞ്ചായത്തിൽ പ്രാഥമിക ആരോഗ്യ, ഇപ്പം നമ്മളിരിക്കുന്നത് കിഴിമാട് പഞ്ചായത്തിലാണ്. കിഴിമാട് പഞ്ചായത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. ഒരു 10 കൊല്ലം മുമ്പുള്ള ആരോഗ്യ കേന്ദ്രമാണോ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ഒരു ചില വിവരങ്ങളുണ്ടല്ലോ. കേരളത്തിൽ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവാണ്. മാതൃമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവാണ്. അങ്ങനെ ദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചില ഒരുപാട് കണക്കുകളുണ്ട്. അതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇതെല്ലാം ഈ രംഗത്ത് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളാണ്. അതിപ്പോൾ ഇന്നലെ മിനിയാന്നുണ്ടായതെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. കാലകാലങ്ങളിൽ വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ, സംഭാവനകളൊക്കെ അതിനകത്തുണ്ട്. എന്നുവെച്ചാൽ അത് ആരെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ പറയാനും കഴിയില്ല. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് വരുന്ന കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള സമീപനങ്ങൾ, അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്തേക്ക് നയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മുന്നേറാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഉയർന്നു വരുന്ന ഏതെങ്കിലും ചില സംഭവങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടി, ഇപ്പോൾ കെട്ടിടത്തിൻ്റെ കാര്യം പറഞ്ഞു, കോട്ടയത്ത് ഒരു സ്ത്രീ കെട്ടിടം ഇടിഞ്ഞോണ് മരണപ്പെട്ട സംഭവമൊക്കെ വലിയ വിവാദമായിരുന്നു. അവിടെ പുതിയ കെട്ടിടം വേറെ പണിതിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റേണ്ടതാണ്. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്, നിയമങ്ങളിൽ മാറ്റങ്ങൾ വരാനുണ്ട്. ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത് പല നിയമങ്ങളും മുൻകാലങ്ങളിലുള്ള പല വ്യവസ്ഥകളുമാണ്. ലോകവും കേരളവും മനുഷ്യനും മാറിയതനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. താങ്കൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ കണക്കുകളൊക്കെ ഒന്ന് ചിന്തിക്കുകയായിരുന്നു. ഇത്രയധികം നിരക്ക്, അല്ലെങ്കിൽ ശിശുമരണ നിരക്ക് അമേരിക്കയെക്കാട്ടിൽ നമുക്ക് കുറവാണ്, അതേപോലെ അമ്മമാരുടെ നിരക്ക് അവിടത്തെക്കാട്ടിൽ കുറവാണ്. പക്ഷേ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി വീണ്ടും അമേരിക്കയിലേക്ക് തന്നെയല്ലേ ഈ പോകുന്നത്. ഇവിടെ ഇത്രയധികം ചികിത്സയ്ക്കാണെങ്കിൽ എല്ലാ രീതിയിൽ അമേരിക്കയെക്കാട്ടി മെച്ചമായിട്ടുള്ള ചികിത്സ ഇവിടെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർ വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്നത്? അവിടേക്കാട്ടിൽ നല്ലത് ഇവിടെയല്ലേ ഉള്ളത്? അല്ല, അത് നമുക്ക് ഇതെല്ലാം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിമാർ വിദേശത്ത് പോകുന്നത് ആദ്യമല്ല. ഇപ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ
നമ്മുടെ മുമ്പിൽ കരുണാകരൻ മുമ്പ് പോയ അനുഭവമുണ്ട്, ആൻ്റണി പോയ അനുഭവമുണ്ട്, ഉമ്മൻചാണ്ടി പോയ അനുഭവമുണ്ട്. അതൊരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ആ സ്റ്റേറ്റ് ഭരിക്കുന്ന, അത് പിണറായി വിജയനോ അതല്ലെങ്കിൽ കരുണാകരനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ ആൻ്റണിയോ എന്നുള്ളതല്ല, ആ സ്റ്റേറ്റ് ഭരിക്കുന്ന ഭരണാധികാരി എന്നുള്ള നിലക്ക് അവർക്ക് നിലവിൽ MLA-മാർക്ക് ചികിത്സാ സൗകര്യങ്ങളുണ്ട്. മറ്റു പല എന്നതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ അത് ഭരിക്കുന്ന ആളുകളുടെ ആരോഗ്യവും മറ്റു കാര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ചില സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൻ്റെ ഭാഗമായി അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ചില പ്രത്യേക എല്ലാം ഇന്ത്യയിലെ എല്ലാ ചികിത്സകളിലും പൂർണ്ണമായെന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല, ഇനിയും വരേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ചില പ്രത്യേക ചികിത്സയ്ക്ക് വേണ്ടി ചില സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതൊരു പിണറായി വിജയൻ പോകുമ്പോൾ ഈ പറയുന്ന വലിയ വിമർശനങ്ങൾ, അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ ഇല്ല, വേണമെങ്കിൽ ആവാം, പക്ഷെ അത് കുറേയും കൂടിയും അതിപ്പോൾ പാർട്ടിക്കും അതല്ലെങ്കിൽ ഗവൺമെൻറ്റിനും മറ്റുള്ളവർക്കൊക്കെ കൂടുതൽ അത്തരം ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള നിലക്കായിരിക്കും ആ നിലയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. എന്തായാലും ഇനി വരാൻ പോകുന്ന നിയമസഭയാണ്, ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളും ത്രികോണ പോര് തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളും അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഏപ്രിലാണ്, സമയമുണ്ട് ഇനിയും. എന്തൊക്കെയാണ് ഇനി പറയുന്ന രാഷ്ട്രീയ കക്ഷികളൊക്കെ പുറത്തേക്ക് നിർത്താൻ പോകുന്ന സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് സംബന്ധിച്ച് ഇനി ആ ഒരു സമയം ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ചർച്ചയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടാകാൻ പോകുന്നത്. ഇത്ര നേരം നമ്മുടെ കൂടെ ഒരു സമയം പങ്കിട്ട സാറിന് നന്ദി.